ഓണം ഒരു പ്രതീക്ഷയുടെ നേർചിത്രമാണ്. നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കിടയിൽ സമത്വ സുന്ദരമായ ഒരു പ്രതീക്ഷ ഓണം നമുക്ക് നൽകുന്നു. ഐതിഹ്യങ്ങളിൽ ഏറ്റവും മിഴിവ് നൽകുന്ന ഒരു പ്രത്യേകത ഓണത്തിനുണ്ട്. ഓണനാളുകൾ മഹാബലി ചക്രവർത്തിയുടെ ഭരണ നൈപുണ്യത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് തികച്ചും ഐതിഹ്യമാണ്. അനീതിയുടെ പുഴുക്കുത്തു വീണ സാമ്രാജ്യത്തിൽ നീതിയുടെ നിലാപെയ്ത്ത് സമ്മാനിച്ച ഒരു ചക്രവർത്തിയുടെ സുവർണ സ്മരണകൾ. ഇത് ഒരു കാലത്തിൻ്റെ ആത്മീയ സംഭാവന കൂടിയാണ്. നന്മയുടെ നനവു പടർന്ന മണ്ണിൽ മുളച്ച് തഴച്ച ഒരു ജനതയുടെ സത്യമാണ് ഓണത്തിന് വെളിപ്പെടുത്താനുള്ളത്. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങളും ഒന്നുമില്ലാത്ത നല്ല നാളുകളുടെ ഓർമ്മപ്പെടുത്തലാണ് മഹാബലി എന്ന വാക്കിൽ നമ്മൾ കാണുന്നത്. ഇത് ഒരു യാഗത്തിൻ്റെ സൗരഭ്യം പരത്തുന്നു. മഹാബലി ചക്രവർത്തിയുടെ ബലി നമ്മിലെ നന്മയുടെ കണികകളെ എന്നും പ്രചോദിപ്പിക്കുന്നതാണ്. വാമന കൗടില്യത്തിൻ്റെ ചിലന്തി വലയ്ക്കുള്ളിൽ തളയ്ക്കപ്പെടുന്ന ഒരു പുണ്യജീവിതത്തിന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ യശസ്സിനും നീതിപാലനത്തിനുമായി നൽകേണ്ടി വന്നത് സ്വന്തം ശിരസാണ്. അധിനിവേശത്തിൻ്റെ കറുത്ത വാവ് കൂരിരുട്ട് പരത്തുമ്പോൾ നന്മയുടെ നുറുങ്ങുവട്ടം വീഴ്ത്തുന്ന ചിരാതുകൾ അണഞ്ഞു പോകുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ അടരുകളിൽ വീണ് ചിതറുന്ന വെളിച്ചവും ഇങ്ങനെയൊന്നാണ്. ലോകത്തെ നേടാൻ കുരിശേറ്റത്തിന് സ്വയം നൽകുന്ന ദൈവപുത്രൻ്റെ ജീവൻ. ഒരു മഹാബലിയുടെ സുവിശേഷമാണ് ക്രിസ്തു. കാൽവറിയിലെ ബലിവേദിയിൽ നിന്നും ഇറ്റുവീഴുന്ന ചോരത്തുള്ളികളിൽ നിറയുന്നതും ഈ ബലിയുടെ ചുവപ്പാണ്. ഒരു സമത്വാധിഷ്ഠിത സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് ഇളക്കം തട്ടുമ്പോൾ പാതാളത്തിലേക്ക് പോകേണ്ടി വരുന്ന ചക്രവർത്തി ആവശ്യപ്പെടുന്നത് വർഷത്തിലൊരിക്കൽ മാത്രമുള്ള മടങ്ങിവരവാണ്. പ്രജാക്ഷേമ തൽപരതയുടെ വിഗ്രഹമായി ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ജനകീയ ഭരണാധികാരിയുടെ അവസാന മൊഴി അതായിരുന്നു. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നസറേത്ത് മാനിഫെസ്റ്റോയിലൂടെ മുൻപോട്ട് വയ്ക്കുന്നത് ഒരു സമത്വാധിഷ്ഠിത സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ്. ഒരു ആകമാന ഉടച്ചു വാർക്കലിനായി തകർക്കുകയും പണിയുകയും ചെയ്യാനുള്ള ദിവ്യ നിയോഗത്തിൻ്റെ വെളിപ്പെടുത്തലുമായിരുന്നു നസറേത്തിലെ സിനഗോഗിൽ സംഭവിച്ചത്. ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ഇതായിരുന്നു. യാഥാസ്ഥിതികത്വത്തിൻ്റെയും പാരമ്പര്യവാദത്തിൻ്റെയും മാറാലകൾ ചൂടിയ മതമേധാവിത്വവും മതസംഹിതകളും അവനെതിരെ സംഹാരതാണ്ഡവമാടി. അതായിരുന്നു ദൈവപുത്രൻ്റെ കുരിശേൽക്കൽ. എന്നും സമത്വ സുന്ദര ഭാവനകൾക്ക് മുകളിൽ കാർമേഘം പോലെ തിന്മയുടെ ക്രൗര്യവും നിറഞ്ഞാടും എന്നത് ചരിത്ര സത്യമാണ്. ഓണത്തിന് തൂശനിലയിൽ സദ്യ ഒരുക്കുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. തൂശനിലയിൽ വിളമ്പുന്ന ഓണസദ്യയിലെ വിഭവങ്ങൾക്ക് ധാരാളിത്തത്തിൻ്റെയും സമൃദ്ധിയുടെയും സൂചനയുണ്ട്. ഒരു കാലത്ത് അർത്ഥപ്പട്ടിണിയായിരുന്ന ആളുകൾ വർഷത്തിലൊരിക്കൽ ഒന്നിച്ചുകൂടി സമൃദ്ധിയോടെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ചിത്രം, അതൊരു സ്വപ്നമാണ്, ഒരു പ്രതീക്ഷയാണ്. എന്നാൽ ഇന്ന് എന്നും സമൃദ്ധിയാണ്. സമൃദ്ധികൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ നിറപ്പൊലിമ നഷ്ടപ്പെട്ടു പോയി. സമൃദ്ധിയുടെ നാളുകളെക്കുറിച്ചുള്ള ഭാവന തൂശനിലയിൽ ഇതൾ വിരിയുന്നുണ്ട്.
എന്തുകൊണ്ട് തൂശനില എന്നതും വ്യാഖ്യാനത്തിൻ്റെ പിൻബലം തേടേണ്ട ഒരു ചോദ്യമാണ്. പരന്ന ഇലയ്ക്ക് അതിര് തിരിക്കപ്പെട്ട വക്കുകളില്ല എന്നതാണ് കാരണം. ഒരു അതിരില്ലാത്ത വിശാല വിരുന്നിനെ പ്രതിനിധീകരിക്കുന്നു. വേലിക്കെട്ടുകൾ കൊണ്ട് മറയ്ക്കപ്പെടുന്ന മനുഷ്യബന്ധങ്ങളെ പുനർവിന്യസിക്കുന്ന ഒരിടമായി ഓണസദ്യയുടെ ഇരിപ്പിടം വഴിമാറുന്നു. നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന ഊണ് കഴിക്കുന്നത് ഇല്ലായ്മയുടെ കാലത്തെ ഓർത്തെടുക്കാൻ ലഭിക്കുന്ന അപൂർവ അവസരമാണ്. വിളമ്പുന്നവരുടെ ക്രമം ചില മൂല്യങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു. അരയിൽ ഒരു കെട്ടുമായി ശിരസ് നമിച്ച് വിളമ്പുന്ന സദ്യയ്ക്ക് പിന്നിൽ മനുഷ്യത്വത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഉദാത്തമായ മാനങ്ങളെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. കർഷകരുടെ ചോരയിലും വിയർപ്പിലും കണ്ണീരിലും വിളഞ്ഞ വിഭവങ്ങളാണ്. ഇത് എൻ്റെ ശരീരം, എൻ്റെ രക്തം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന കർത്താവ് അവസാന അത്താഴത്തിൽ ടവൽ അരയിൽ ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു ചിത്രമുണ്ട്. നമുക്കിതുമായി അതിനെ താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ക്രിസ്തു ഒരുക്കുന്ന അത്താഴത്തിലും ഇതിന് സമാനമായ സൂചനകളാണ്. അപ്പവീഞ്ഞുകളെ എൻ്റെ ശരീരവും രക്തവുമാണെന്ന് മുറിച്ചു നൽകുമ്പോൾ ലോകത്തിലെ ആദ്യ തിരുവത്താഴം ആവിഷ്കരിക്കപ്പെടുകയായിരുന്നു. അരയിൽ റൂമാൽ ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന യേശു നിറം പകരുന്നത് ദാസ്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയ്ക്കാണ്. പങ്കിടലിലും കാൽ കഴുകലിലുമായി യേശു പഠിപ്പിക്കുന്ന പാഠമാണ് ജീവന്റെ പങ്കിടലും ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും. ഭക്ഷണ കൂട്ടായ്മകളിൽ ഒന്നുചേരുന്ന ഉത്സവ രഹസ്യം ബന്ധങ്ങളുടെ ആഘോഷവും ജീവന്റെ പരിപോഷണവുമാണ്. വർഷത്തിൽ ഒരിക്കൽ മടങ്ങി വരുന്ന മഹാബലിക്കായി കാത്തിരിക്കുന്ന പ്രജകളുടെ ഒരു പ്രതീക്ഷ ഓണത്തിൻ്റെ ഓർമ്മകളിലുണ്ട്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ സ്വപ്നം. വീണ്ടും മടങ്ങി വരാം എന്ന് വാക്ക് തന്ന മഹാബലിയായി തീർന്ന ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ ജീവിതം കൊണ്ട് ആഘോഷമാക്കുന്ന നമുക്ക് ഒരു മഹാബലി മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. എന്നാൽ ഇന്ന് ബലികളൊക്കെ ഒരുപാട് ആവർത്തിക്കപ്പെടുന്നു. തൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന എന്തിനേയും ചവിട്ടിത്താഴ്ത്തുന്ന വാമന സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചവിട്ടിത്താഴ്ത്തലുകൾ നിരന്തര സംഭവമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സമകാലിക അർത്ഥത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ക്രിസ്തു എന്ന മഹാബലിയുടെ ഓർമ്മകളിലൂടെയാണ്. നമുക്കതിൻ്റെ പങ്കാളികളാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു.